ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ഒരു ക്രിക്കറ്റ് സീരീസ് ആയിരുന്നു 2007 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ലോകകപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങി തലകുനിച്ച് മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ ടീമിൻ്റെ മുഖം ക്രിക്കറ്റ് തങ്ങളുടെ മതമായി കാണുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതേ വർഷം തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലുള്ള യുവ താരനിര T20 വേൾഡ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് T20 വേൾഡ് കപ്പ് നേടിയതോടെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ധോണിയുടെ ക്യാപ്റ്റൻസിയിലുള്ള യുവ താരനിരയായി ഇന്ത്യൻ ടീമിൽ രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഉൾപ്പെടുന്ന സീനിയർ പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായി. 2011 ലോകകപ്പ് മുന്നിൽ കാണണമെന്നായിരുന്നു ടീമിലെ മാറ്റങ്ങളോടുള്ള ധോണിയുടെ പ്രതികരണം. 2011 ICC വേൾഡ് കപ്പ് വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്ന ടൂർണമെൻ്റ് ആയതിനാൽ ഇന്ത്യക്ക് കിരീട സാധ്യത കൂടുതലായിരുന്നു. ലോകോത്തര നിലവാരമുള്ള ബാറ്റ്സ്മാൻമാരും ശരാശരിക്കാരായ ബോളർമാരുമുള്ള ഇന്ത്യക്ക് ഫീൽഡിംഗ് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ MS ധോണി എന്ന ക്യാപ്റ്റനും എന്തിനും പോകുന്ന കുറച്ച് യുവ താരനിരയും ഉള്ളതിനാൽ ഇന്ത്യൻ ആരാധകർക്ക് വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിൽ ഉറച്ചു നിന്നിരുന്നു. ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന് അറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അവസാനത്തെ ലോകകപ്പെന്നും ഇതിനെ വിലയിരുത്തി. ഫൈനൽ വരെയുള്ള ഇന്ത്യയുടെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങിയിരുന്നു. ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരായിരുന്നു. ബംഗ്ലാദേശിലെ മിർപൂർ എന്ന സ്ഥലത്തായിരുന്നു ആദ്യ മത്സരം നടന്നത്. സേവാങ്ങിൻ്റെയും കോഹ്ലിയുടെയും സെഞ്ചുറിയുടെ ബലത്തിൽ ഇന്ത്യ 370 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തു. എന്നാൽ ബംഗ്ലാദേശ് തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ ആരാധകർക്ക് ആശങ്കയായി. തമീം ഇക്ബാൽ 70 റൺസും ഷെയ്ഖ് അൽ ഹസൻ 55 റൺസുമാണ് എടുത്തത്. 39 ഓവറിൽ 3-ന് 234 എന്ന ശക്തമായ നിലയിലായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ പിന്നീട് ബംഗാൾ കടുവകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇന്ത്യക്ക് 87 റൺസിൻ്റെ വിജയം ലഭിച്ചു. രണ്ടാമത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ 338 റൺസ് എടുത്തിട്ടും മാച്ച് സമനിലയിൽ അവസാനിച്ചു. സച്ചിൻ 120 റൺസും ഗൗതം ഗംഭീർ 51 റൺസും യുവരാജ് സിംഗ് 58 റൺസും ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 305 റൺസ് എടുത്ത ഇന്ത്യ 338-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ആൻഡ്രൂ സ്ട്രോസിൻ്റെ 188 റൺസും ഇയാൻ ബെല്ലിൻ്റെ 69 റൺസും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തേകി. അയർലൻഡിനോടെതിരുള്ള മത്സരം മുതൽ യുവരാജ് ആയിരുന്നു താരം. 5 വിക്കറ്റും 50 റൺസും നേടി യുവരാജ് മാൻ ഓഫ് ദ മാച്ച് ആയി. അയർലൻഡിനോടും നെതർലൻഡിനോടും ജയിച്ച ഇന്ത്യ അടുത്ത മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് തോൽവി ഏറ്റുവാങ്ങി. സച്ചിൻ 111 റൺസും ഗംഭീർ 69 റൺസും സേവാങ് 73 റൺസും ചേർന്ന് 40 ഓവറിൽ 267 എന്ന സ്കോറിലെത്തി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചയായിരുന്നു. 296-ന് ഇന്ത്യ ഓൾ ഔട്ടായി. മറുപടി ബാറ്റിങ്ങിന് വന്ന സൗത്ത് ആഫ്രിക്ക 2 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റിൻ്റെ വിജയം കൈവരിച്ചു. അടുത്ത മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരായിരുന്നു. യുവരാജ് സിംഗിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യക്ക് എതിര് വന്നത് ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ആയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ റിക്കി പോണ്ടിങ്ങിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ 260 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ബ്രെഡ്ലിയുടെയും മിച്ചൽ ജോൺസൻ്റെയും തീ തുപ്പുന്ന പന്തുകളായിരുന്നു. എന്നാൽ സച്ചിൻ്റെയും ഗംഭീറിൻ്റെയും യുവരാജ് സിംഗിൻ്റെയും ഹാഫ് സെഞ്ചുറി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. സെമിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെയാണ് നേരിടേണ്ടി വന്നത്. മത്സരം മൊഹാലിയിലായിരുന്നു നടന്നത്. സച്ചിൻ്റെ 85 റൺസ് ഇന്ത്യയെ 260 എന്ന സ്കോറിലെത്തിച്ചു. ആശിഷ് നെഹ്റയുടെയും മുനാഫ് പട്ടേലിൻ്റെയും ഹർഭജൻ സിംഗിൻ്റെയും ബോളിംഗ് മികവിൽ ഇന്ത്യക്ക് 29 റൺസിൻ്റെ വിജയം നേടി. ഇന്ത്യ അങ്ങനെ വേൾഡ് കപ്പ് ഫൈനലിലെത്തി. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ വേൾഡ് കപ്പിലെത്തുന്നത്. കലാശ പോരാട്ടത്തിനായി ഇന്ത്യയും ശ്രീലങ്കയും വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തി. 24 വർഷം മുൻപ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ബോൾ ബോയ് ആയിരുന്ന ഒരു പയ്യന് വേണ്ടിയും ക്രിക്കറ്റ് മതമായ നാടിനു വേണ്ടിയും ലോകകപ്പ് ഉയർത്തുക എന്നത് ധോണിയുടെ നിയോഗമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് ദൈവത്തിനോടൊപ്പം 10 പേർ സഹതാരങ്ങളായി. ജയവർദ്ധനയുടെ ക്ലാസിക് സെഞ്ചുറി ലങ്കൻ ഇന്നിങ്സിന് മാറ്റുകൂട്ടി. 88 പന്തിൽ 103 റൺസ് എടുത്ത ജയവർദ്ധനയുടെ ബലത്തിൽ ലങ്ക 6-ന് 274 എന്ന റൺസ് എടുത്തു. 275 എന്ന വിജയലക്ഷ്യമായി ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സച്ചിനും സേവാങ്ങും. മികച്ച ഫോമിൽ നിന്ന സേവാങ്ങിന് ഫൈനലിൽ തിളങ്ങാനായില്ല. മലിംഗയുടെ തീ പാറുന്ന രണ്ടാം പന്തിൽ സേവാങ് LBW ആയി പുറത്തായി. റൺസ് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല. 18 റൺസ് എടുത്ത സച്ചിനെയും മലിംഗ പുറത്താക്കി. ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് നിരാശ പടർന്നു. ലോകകപ്പ് പ്രതീക്ഷകളെല്ലാം അവസാനിക്കുകയാണെന്ന് കരുതി. പക്ഷേ ഗംഭീർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. ഗംഭീറും വിരാട് കോഹ്ലിയുമായി 78 റൺസ് എന്ന കൂട്ടുകെട്ട് നേടി. 4-ാം വിക്കറ്റിൽ ധോണിയും ഒത്തുചേർന്ന് 109 റൺസ് കൂട്ടിച്ചേർത്ത്. 97 റൺസിന് ഗംഭീർ പുറത്തായി. പകരമെത്തിയത് യുവരാജ് സിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ഏകദേശം വിജയത്തോടടുത്തിരുന്നു.
49-ാം ഓവർ ബൗൾ ചെയ്യാനെത്തിയത് ലങ്കയുടെ പേസ് ബൗളറായ നുവാൻ കുലശേഖരയായിരുന്നു. ആദ്യ പന്തിൽ അത്ഭുതമൊന്നും തന്നെ നടന്നില്ല. രണ്ടാം പന്ത് ധോണിയുടെ ബ്ലോക്ക് ഹോളിനെ ലക്ഷ്യമാക്കിയാണ് കുലശേഖര എറിഞ്ഞത്. പക്ഷേ താണ്ഡവമാടി നിന്ന ധോണിക്ക് അതൊരു വെല്ലുവിളിയേ അല്ലായിരുന്നു. കുലശേഖരയുടെ പന്ത് ഗാലറിക്ക് വെളിയിലേക്ക് പഴച്ചു. പിന്നെ ആഘോഷത്തിൻ്റെ രാത്രിയായിരുന്നു. സച്ചിനു വേണ്ടി ലോകകപ്പ് സ്വന്തമാക്കുമെന്ന വാക്ക് ധോണിയും കൂട്ടരും പാലിച്ചു. കാണികൾ ആഹ്ലാദം കൊണ്ട് വിങ്ങിപ്പൊട്ടി. പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഈ വിജയം അവർ ഇന്ത്യൻ തെരുവുകളിൽ ആഘോഷിച്ചു. ഇന്ത്യക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന്. 28 വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിന് അവസാനമായി.